സിറ്റിയിലോട്ട് പോകേണ്ട പ്ലാനാണ്. പക്ഷെ നമ്മളിപ്പോ ബ്ലോക്കിലാണ് കിടക്കുന്നത്. മഴ ചതിച്ചു. മൊത്തത്തില് ഞങ്ങൾ തേഞ്ഞ് വേളി പ്ലാൻ ചെയ്തിരുന്ന ഞങ്ങൾ എവിടെ പോണു ബ്രോ? എങ്ങോട്ട് പോണെന്ന് അറിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കസിൻ ഫാമിലിയെ നമ്മള് വിളിക്കാൻ പോവാണ്. അവര് ഞങ്ങളെ പ്രതീക്ഷിച്ച് കുറെ നേരം കൊണ്ട് 3:30 റെഡി ആയിരിക്കുന്നു. 3:30 മണിക്ക് റെഡിയായി. 3:30 മണിക്ക്. ഇതാണ് ഞങ്ങളെ ബ്രോ. പുള്ളിയുടെ ഹസ്ബൻഡ് എന്നൊക്കെ പറയും. ഹസ്സാണ്. ആള് ക്യൂട്ടാണ്, കാണുമ്പോലെ. അയ്യോ കുഞ്ഞുങ്ങളെല്ലാം കുഞ്ഞുങ്ങളൊന്നും കാണാനില്ല. രണ്ട് പിള്ളേരുണ്ട് മൊത്തം. നമുക്ക് 2 കുട്ടികളുണ്ട് ഇവിടെ. ഹായ് പറ, ഹായ് പറ, ഹായ് പറ. ഇവിടെ പറ നീ. ഹായ് പറ, ഹായ് പറ മക്കളെ. ആൻഡ്രി ഹായ് പറ. വാവ ഹായ് പറ. നമുക്ക് നാണവാ. നമ്മളിപ്പോൾ എവിടെ എത്തി? ഈഞ്ചക്കൽ. നമ്മളിപ്പോ ഈഞ്ചക്കൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിൽ ഒരാൾ വണ്ടിയിൽ ഓടി വന്ന് കയറി ഇറക്കി വിട്ടിട്ട് ഗസ്റ്റ് ആയിട്ട് ഞങ്ങളെ കൂട്ടത്തില് 2 പേരുണ്ടെന്ന്. നമ്മളെ കസിൻസ്. നമ്മുടെ കസിൻ ഒന്ന് ഷാലും 2 ചേട്ടാ ഈ പേര് മറന്നു. നമുക്കായിട്ട് നൈസായിട്ട് വയ്ക്കുന്നുണ്ട്. സൈഡ് വാക്ക് നമ്മൾ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പിന്നെ മോളുറക്കമായി. സുഖം. ഇത് എന്റെ പുതിയ കുഞ്ഞുവാവയാണ്. ഇയാളെ പറയണ്ടല്ലോ. ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി. അത് മതി, അത് മതി. കിളി പോയോ? ഫോട്ടോക്കാണെന്ന് പറഞ്ഞ് വിളിക്കണ്ടേ? എവിടെ പോയാലും മെയിൻ പരിപാടി ഇതാണ്. കണ്ട ആർക്കും വേണ്ട തെറ്റ്. പഴം പഴുത്തില്ല, എന്നാലും ടേസ്റ്റ് ഉണ്ട്. പഴംപൊരി അടുത്ത ചായ. ലുലുവിന് ഓപ്പോസിറ്റ് ആണെന്നും കൂടെ അറിയട്ടല്ലേ? വേഗം പോയിക്കോടി. കിട്ടില്ല. നോ നോ നോ, സമ്മതിക്കില്ല, സമ്മതിക്കാൻ മാട്ടേ. ആ കൊള്ളാം കൊള്ളാം. എന്റെ ബാഗ് പോയിക്കോട്ടെ. എവിടെയാ പോകുന്നേ? നമ്മളെവിടെയാ പോകുന്നേ? ബാക്കി പറയൂ, എവിടെ പോകുന്നു? ഇന്ന് ഓൾറെഡി സൺഡേ ആണ്. പിന്നെ അതുമാത്രമല്ല, ഇതിനകത്ത് DJ പാർട്ടിയും കൂടെ നടക്കുന്നത് കൊണ്ട് തന്നെ പാർക്കിങ്ങിനുള്ള സ്ഥലം ഒട്ടും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വെളിയിൽ സബ് റോഡിലായിട്ട് പാർക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ജൂൺ 2 വന്നിട്ട് സ്കൂൾ റീ ഓപ്പണിംഗ് കൂടെയല്ലേ. പിന്നെ ഞങ്ങളുടെ മോൾ ഫസ്റ്റ് ടൈമാണ് സ്കൂളിലോട്ട് പോകുന്നത്. നേഴ്സറിയിലും ഒന്നും അങ്ങനെ വിട്ടിട്ടില്ല. അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഒന്ന് ഷോപ്പിംഗ് കൂടി ആകാമെന്ന് കരുതി സ്റ്റുഡിയോയിലോട്ട് കയറിയിട്ടുണ്ട്. അടുത്ത ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടിയായ ഫുഡ് അടിയാണ്. അപ്പോൾ എവിടെ നിന്ന് വാങ്ങണം, എന്ത് വാങ്ങണം എന്നൊരു പിടുത്തമില്ല നിൽക്കുകയായിരുന്നു. അവസാനം ചിക്കനിൽ വന്ന് ഞങ്ങളൊന്ന് ഫിക്സ് ചെയ്തു. ഇത് മാത്രം കഴിച്ച് വയർ നിറയ്ക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു 12 പീസിൻ്റെ കോംബോ ഓർഡർ ചെയ്ത് കഴിച്ചു. ആഹാരം ഒട്ടും ഇഷ്ടമില്ലാത്ത ആളുടെ പിന്നെ ഇനിയിപ്പോ കഴിക്കുമ്പോ കാണാം ആരൊക്കെ ഇവിടെ ആഗ്രഹം. ആർക്കൊന്നും വേണ്ട.
മോളുടെ അവളുടെ ഷോപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് ഏറ്റവും ഇഷ്ടം ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ഇങ്ങനത്തെ ഐറ്റംസ് ആണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഡാർക്ക് ഫാൻറ്റസി എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത് ഇപ്പുറത്തെ സൈഡിലായിട്ട് വേറെ ഒന്ന് കണ്ടപ്പോൾ അതും എടുത്തു. എന്നിട്ട് ഇതിൻ്റെ വലിപ്പം നോക്കി ഏതാണ് വലുതെന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും അവളുടെ മനസ്സിൻ്റെ ഒരു ഇത് കാരണം ഫസ്റ്റ് എടുത്തത് തന്നെ അവൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ സാധനം വീട്ടിലുണ്ടെങ്കിലും പിന്നെ ഭാര്യയ്ക്ക് ഇവിടെ വന്ന് എല്ലാം എടുക്കണം. മസാല, അത് ഇത് എല്ലാ ഐറ്റംസും. പക്ഷേ ഇതൊക്കെ ഉള്ളതല്ലേ അവിടെ? ഇതൊക്കെ ഉള്ളതല്ലേ വീട്ടില്? വേണ്ട, ഓർമ്മയുണ്ടല്ലോ ഒന്ന് ട്രൈ ചെയ്തത്. ഇന്നെങ്കിലും ബ്രോക്കോളി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ വീണ്ടും ഓടി, പക്ഷെ കിട്ടിയില്ല. അതുമില്ല. ആരും കാണാനില്ല. നമ്മൾ ഇറങ്ങുകയായി. നമ്മൾ പോകും. ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ട്. എവിടെയാണോ എന്തോ കാണാനില്ല. ഇത്രയും ടൈമായിട്ട് ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കിന് ഒരു കുറവും വന്നിട്ടില്ലേ. അടുത്തിന് വീണ്ടും ഫുഡ് അടിയാണ്. എത്തിയ സ്പോട്ടാണ് ഇവിടെ എത്തി. കഴിഞ്ഞു, മൊത്തം കഴിഞ്ഞു. ഇന്നത്തോടെ എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് നമ്മൾ അടിവെച്ച് പിണങ്ങിയതല്ല, ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു. പിണങ്ങിയതല്ല, ഇന്നത്തെ ബ്ലോഗ് ഇത്ര അവസാനിച്ചെന്ന് പറയായിരുന്നു. മതി മതി, നാളെ ഉറങ്ങാൻ പോണം. മൊത്തത്തില് ടയർഡായി. കടല് കൂടെ കാണാൻ പറ്റിയില്ല. മഴ 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 നമ്മളെ തേച്ചു. ശരി.